എന്റെ പൊന്നു ഗായ്സ്, ബിഗ് ബോസിലേക്ക് പുതിയ അംഗപടന്മാരും അംഗപടിമാരും ഒക്കെ വരുന്നുണ്ട് ഗായ്സ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പുറത്ത് ഇല്ല ശാന്തയമ്മ, അപ്പുറത്ത് ഇല്ല രായപ്പഞ്ചേട്ടനെ കൊണ്ടെന്ന് പറഞ്ഞു. നോക്കത്തെ നോക്കാം. ആ രാധയമ്മയുണ്ട്, രായപ്പൻ ചേട്ടനെ കിട്ടി. ഇത് നമ്മുടെ ചന്ദ്രപ്പൻ. ഇതാരാ ഈ വരുന്നത്? ഓ, രായപ്പനും ഉണ്ട്, ശങ്കരനും ഉണ്ട്. ഇതാരാ? കുട്ടിക്കൃഷ്ണനോ? അല്ല, ഇത് സായി കൃഷ്ണനാണ്, നമ്മുടെ സ്വന്തം സീക്രട്ടൻ. നമ്മളെ ഇറക്കാനാ ചുരുക്കം പൊളിയാ. ഞാൻ പൊളാരി ഞാൻ പറഞ്ഞു. പിന്നെ പക്ഷെ എന്തായാലും അണ്ണൻ വെള്ളക്കടലെല്ലാം മുടി അടിച്ചത് മോശമായി. അണ്ണന് വേണ്ട ബോഡി ഷെയിം. ഞാൻ എന്നെ മിണ്ടുന്നില്ല. അണ്ണൻ്റെ ഇഷ്ടം, അണ്ണൻ്റെ മുടി അണ്ണൻ ഇഷ്ടമുള്ളത്. അവരെന്തോ ലേഡി ബോസ് ആണോ എന്നുള്ളൊരു ചിന്തയാണ് അവർക്ക് ഇതിലുള്ളത്. അയ്യോ ശങ്കരൻകുട്ടി, ഏടാ നീ എപ്പം കയറിയടാ ബിഗ് ബോസില്? ഇതിന്റെ തെങ്ങ കയറാൻ വന്നവരാ ഇപ്പം ബിഗ് ബോസിനകത്ത്. സമ്മതിക്കണം, ചുമ്മാ നാട്ടുകാരെ ഭാസ്കരൻ പിള്ളയും വന്ന് നമ്മളെ ആരും വിളിച്ചില്ല. വിഷമമൊന്നും ഇല്ല, എന്നാലും മോശം. രായപ്പനൊക്കെ എന്തോ ഒരു കറിയാവോ? രായപ്പൻ കോട്ടൊക്കെ ഇട്ടടാ. രായപ്പണ്ണ വേറെ ലെവല. രായപ്പൻ്റെ ഒക്കെ ചൊറിയാൻ നിൽക്കല്ലേ. രായപ്പൻ ചൊറിഞ്ഞോണ്ട് വീട്ടിൽ പോകും. പറഞ്ഞേക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരെ ഇഷ്ടമല്ല. അയ്യോ, അത് നമ്മുടെ പാവം പിടിച്ച പച്ചക്കള്ളലോട് പെട്ടിട്ട് ചേച്ചിയുടെ പേര് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചേച്ചി കുറിച്ച് കൂടുതലായിട്ടൊന്നും ഞാൻ വിശദീകരിക്കാണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവർ രണ്ടുപേരും ഒപ്പം ഇരിക്കുമ്പോഴാണ് അവരുടെ നമ്മുടെ സായി കൃഷ്ണൻ ചേട്ടൻ കറക്റ്റ് ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പുള്ളിക്കാരൻ സപ്പോർട്ട് ചെയ്യാൻ പറയും. ഇഷ്ടപ്പെട്ടെന്ന് അറിയില്ലെങ്കിൽ 4 മണി കാണിച്ചെന്ന് ഞാൻ പറയും. കുറേ ജനങ്ങൾ കാണാണ് ഈ വൃത്തികെട്ട സംഭവം ഒന്നും അവിടെ വെച്ച് നിർത്തിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ അവളെ പുറത്താക്കും. നമ്മുടെ രമണി ചേച്ചി, അപ്പുറത്തെ രമണി ചേച്ചി എന്ത് നാക്കിന്റെ നീളേ! ഓ, 19 കിലോമീറ്റർ ആണ് നീളം. അവളെ സ്വഭാവം എന്റെ അടുത്ത് നടക്കില്ല. സ്വഭാവം നടക്കത്തില്ലേ? പ്രശ്നമാവല്ലേ? ആ, നിങ്ങൾ തന്നെ അനുഭവിക്കുവേ. അടുത്ത നമുക്ക് വേറെ കുറെ എണ്ണന്മാരൊക്കെ ഡയലോഗ് മരുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. സുനാമി വരുന്ന ബിഗ് ബോസിൽ എല്ലാരും എണ്ണിച്ച് ഓടുന്നുണ്ട്. ഇല്ല, സുനാമി എന്നാൽ ഇവർക്കൊന്നും പറ്റത്തില്ല. ജീവനാണ്. മൗനം വിദ്യാഭിഭൂഷണോ ഏടകം ആവാന. രമണി ചേച്ചി മെയിൻ, ഭാസ്കരൻ, രായപ്പൻ എല്ലാരും. ഉപ്പുണ്ടോ ജാസ്മിനെ? ജിന്ന ചേട്ടാ കള്ളനെ വിളിക്കുന്നേര് എന്തായാലും കൊള്ളാൻ കിട്ടും. കുടിയൻ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിച്ച് കൊടുക്കുന്ന ഒരു പാവയാണ്. നോറ യൂസ്ലെസ് കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജാനുവണി, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എക്കണോമി ക്ലാസ്സിലാണ് വന്നത്. ഗബ്രി അടിപൊളിയാണ്, പക്ഷെ റിമെമ്പർ വിന്നർ ഒരാളേ ഉള്ളൂ കേട്ടോ. ഒരാളെ ഉള്ള കേട്ടാ. ആ വിന്ന് ചെയ്ത അവൻ ജയിച്ച് ഇല്ലെന്നുണ്ട്. ബാക്കിയുള്ളവന്മാർ മൊത്തം രക്ഷിക്കണേന്ന് പറഞ്ഞ് ഇറക്കേണ്ടി വരും. ഓ, അണ്ണൻ അലർച്ചയൊക്കെ കൊള്ളാം. പക്ഷെ നമ്മൾ ജയിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ ജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും എന്റെ ഭാസ്കരാ, നീ ഇങ്ങനെ അലർണ്ടായിരുന്നു ഭാസ്കരാ. അടുത്ത എന്തുവാ? അവിടുത്തെ മെച്യൂരിറ്റി കൂടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കാണണ്ടേ? മെച്യൂരിറ്റി കൂടിയാൽ എങ്ങനെ ഇരിക്കും? 19 വയസ്സുള്ളപ്പോഴാണ് ഈ ശരണ്യ കണ്ടിട്ടുള്ളത്. ഞാൻ ആ ഒരു പ്രായത്തിൽ കണ്ടതും. എത്ര വയസ്സില്? ഒരു 19 വയസ്സിൽ കുണ്ണാതെയായിരുന്നു രാമൻകുട്ടി. എന്റെ പേര് കേട്ടെടുത്തില്ല, കുട്ടിയാണ്. എന്റെ അമ്മ 19 വയസ്സിൽ. ഞങ്ങളുടെ അപ്പുറത്തൊരു കൊച്ചനുണ്ട്, എന്നെ അനിയനായിട്ട് വരും കേട്ടോ. അവന് 4 വയസ്സുണ്ട്. അവൻ പറയുന്നത് ഞാൻ വലിയ ആളാണ്, എനിക്ക് വലിയ ഇതായെന്ന്. 4 വയസ്സുള്ളവൻ പറയുന്നത്. അവിടെ 19 വയസ്സുള്ളവൻ പറയുന്നത് കുണ്ണുവാവയാണ്. കുണ്ണുവാവ, അയ്യോ കുണ്ണുവാവേ. 19 കുഞ്ഞു വയസ്സാ. ആ മോഹൻലാൽ ഒരു ആട്ടില്ലോടാ, അതിന്റെ ഇനി ആട്ടാത്ത ആരാ? എന്നാലും 19 വയസ്സുള്ള കുണുവാവ. വോട്ട് ചെയ്യാ 18ാമത്തെ വയസ്സിൽ വോട്ട് ലൈസൻസ് കിട്ടും. പറഞ്ഞ മനസ്സിലായി? എന്നാലും എടാ 18 വയസ്സ് കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാടാ. അപ്പോഴും നീ കുണുവാവയാണോ? ഇവരൊക്കെ എന്തൊരു മനുഷ്യരാതെയാലും. അല്ല, അങ്ങനെയല്ല. എനിക്കിപ്പോ 29 വയസ്സായി. 29 വയസ്സായ 29 വയസ്സുള്ളവനാ പറഞ്ഞ 19 വയസ്സുള്ളപ്പോ കുണുവാവയായിരുന്നു. ഇവനെ എന്ത് പറയണം? നിങ്ങൾ പറ. നമ്മുടെ രായപ്പനെ എന്തോ പറയണത് നിങ്ങൾ പറ. രായപ്പ എടാ രായപ്പ, എടാ ഇതിനകത്ത് കളിമണ്ണും അല്ലല്ലോടാ. ഇതിനകത്ത് എന്ത് പാടാ? നീ എന്തുകൊണ്ടാ ഈ മുടി ഇങ്ങനെ കവർ ചെയ്തേക്കുന്നതിനെ? ഇതിനകത്ത് എന്ത് വല്ല ചാണകം വല്ലതാണോ? ചാണകത്തിന് വളവേരും കാണും. ഓ രായപ്പ, എനിക്കായി
ശരി കുണുവാവ പോട്ടെ. കുണുവാവ ഇനി പറഞ്ഞു വിട്ടു. ഇനി അടുത്ത ഇനിയും ബിഗ് ബോസ് എന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചില ആൾക്കാർ തോക്കുന്നതൊക്കെ കെട്ടിയിട്ടുണ്ടായോ. അതിന് പെയിന്റിങ്ങിന്റെ പ്രാക്ടീസ് ഉണ്ട്, നമുക്ക് കാണാം. തെരഞ്ഞെടുക്കുന്നവരെ അടുത്ത് വിളിച്ച് പെയിന്റിങ്ങിനുള്ള ബ്രഷും പെയിന്റും കൊണ്ടുവച്ചിട്ടുണ്ട്. കറുത്ത ചായം തേച്ചാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. നോമിനേഷൻ വിത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഓഫ് പെയിന്റിങ്. ആഹാ, എന്തായാലും ബ്യൂട്ടി പാർലർ എറണാകുളത്ത് അങ്ങനെ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടാൽ മതിയായിരുന്നു. ഇറങ്ങുമ്പോൾ വന്നിറങ്ങുന്നത് എയർപോർട്ട്, എറണാകുളത്തെ തിരുവനന്തപുരത്തായാലും കുഴപ്പമില്ല. ഇറങ്ങി കഴിയുവാണെന്നുണ്ടെങ്കിൽ പൈസ ഇഷ്ടം പോലെ കാണാതിരിക്കില്ല. നിങ്ങൾ മിനിമം ഒരു 10-25,000 രൂപയുടെ വർക്ക് ഒരാൾക്ക് ചെയ്യുക. അങ്ങനെ മിനിമം ഒരു 10-5 ലക്ഷം രൂപയെങ്കിലും ഒപ്പിക്കായിരുന്നു. കാരണം എന്തുമാത്രം നിങ്ങൾ മനസ്സിലാക്കണം കഴിച്ചു, എന്തുമാത്രം എഫേർട്ട് ഇട്ടായിരിക്കും അവർ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഈ കളറാക്കിയത് അറിയോ നിങ്ങൾക്ക്? അറിയോ? എനിക്കറിയാൻ പറ്റും കൈസ്. കാരണം വെട്ടമടിക്കുന്ന റിഫ്ലക്റ്റ് ചെയ്യും കൈസ്. കണ്ട അല്ല, ബ്യൂട്ടി പാർലറോ സ്പായോ അവരോട് രക്ഷപ്പെട്ടെ. നമ്മൾ ഇവിടെ ചൂട് ലൈറ്റിൻ്റെ മുന്നിൽ ഗുണ ഇയാളെ നെറ്റിയിൽ എഴുതണം എന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല രീതിയിൽ അടിക്കുന്നുണ്ട്. ഇനി അടുത്ത് നെറ്റിയിൽ അടിക്കുന്നു. കമ്മ്യൂണിറ്റി എങ്ങനെ അപമാനിക്കാം എന്ന് ആള് പ്ലാൻ ചെയ്തിട്ടാണ്. നെറ്റി മാത്രം അടിച്ചാൽ മതി കാണാം നിനക്ക്. വേറെ എങ്ങനെ അടിക്കണമെന്ന് പറയൂ. അയ്യോ വേണ്ട, നീ ഇങ്ങും അടിക്കണ്ട, നീ നെറ്റിക്കാൻ അടിച്ചു. ചേച്ചിക്ക് സൗകര്യമില്ല, അതാണ് ഇതാണെന്ന് ഒരു കഥയില്ലാത്ത പെണ്ണ് എന്നുള്ള രീതിയിൽ ഇവര് ഇപ്പവേ പോയാൽ നല്ലത് തോന്നി. ഫേസ് നോ. ഇതൊരു ഗെയിമാണ് ജാൻമണി. If you are putting in my face, I will leave right now. ദാറ്റ്സ് ഫൈൻ. ബിഗ് ബോസ് ലീവ് ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നത്. ബിഗ് ബോസ് ഈ ജാനുമണിയുടെ മുഖത്ത് പൊട്ടിയെ ഒന്നാമത് എനിക്കറിയത്തില്ല. നമ്മുടെ രമണി ചേച്ചി മേക്കപ്പ് ഇട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പൊട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. ഞാൻ പറഞ്ഞേക്കാം. പിന്നെ വെളുപ്പിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ്. സഹായിക്കാൻ ഇതുവല്ലോ അറിയാവോ? എത്ര രൂപ മുടക്കണമെന്ന് അറിയോ നിങ്ങൾക്ക്? പൊട്ടന്മാരെ, ഇവരിലത്തെ മന്ദബുദ്ധികളെ, ഇവരെല്ലാരും വന്ന് നിങ്ങളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ടാ. എന്നാലും ഗായ്സ്, ഇത് പറയുന്നതെല്ലാം ജസ്റ്റ് ഫണ്ണായിട്ടാണ്. നിങ്ങൾ ഈ ഗുണമെന്ന് വന്ന് കമൻറ്റും ചെയ്തേക്കരുത് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞേക്കാം, ഇത് ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ഓൺലി. അവരവിടെ കാണിക്കുന്നത് ഇവർക്കിടേൻ്റെ പകുതി ഇവർക്കിടോട് നമ്മളിവിടെ കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഗൈസ്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് ഫണ്ണായിട്ട് വേണ്ടി മാത്രം എടുക്കുക. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, സ്റ്റേ ട്യൂൺ. പിന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് കുറേ ആൾക്കാർ പറയുന്നത്, നമ്മുടെ ഏട്ടന്മാർ ഉൾപ്പെടെ പറയുന്നുണ്ട്. ടൈനി മണിയുണ്ട് കേട്ടോ, അതേ കുത്തിയാലേ കിണിങ്ങിനി അടിക്കത്തുള്ളൂ, ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ പറഞ്ഞിരുന്നു പറയരുത്. ഓക്കെ, ബൈ. ഓക്കെ.